തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പുതിയ ഭരണസമിതി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചിലയിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ നടക്കും. ഇടതുപക്ഷത്തിന് തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ കണക്കുകൾ വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സമീപകാലത്ത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയേറ്റ 2010 തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകളുമായി താരതമ്യം ചെയ്തുള്ള ഒരു ഡാറ്റയിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര പഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ, ഏതെല്ലാം മുന്നണികളാണ് ഭരിക്കുന്നു എന്നതാണ് നമ്മൾ വളരെ പെട്ടെന്നൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആ ക്യൂക്ക് എക്സ്പ്ലെയിനറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം നമുക്ക് ഗ്രാമപഞ്ചായത്ത് തന്നെ തുടങ്ങാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലെ സീറ്റ് നില ഇങ്ങനെയാണ് കിടക്കുന്നത്. LDFന് 2010 341 ആയിരുന്നത് 2025 ആകുമ്പോൾ 359 നിലയിൽ നിൽക്കുന്നു. UDF 559, 528, NDA 225. ഇതാണ് 2010 2025 തമ്മിലുള്ള വ്യത്യാസം. മറ്റുള്ളവർക്ക് 63 ആയിരുന്നത് 10 ആവുന്നു. 19 ഇടത്താണ് ഇപ്പോഴും അനിശ്ചിതത്വം നിൽക്കുന്നത്. ഇതാണ് ഈ ഒരു കമ്പാരിസണിൽ നമ്മൾ കാണുന്നത്. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നോക്കൂ, 2010 LDFന് 60, UDFന് 92 ആയിരുന്നു. 2025 ആകുമ്പോൾ LDFന് 63, UDFന് 81 ആയിരിക്കുകയാണ്. 8 ഇടങ്ങളിൽ അനിശ്ചിതത്വം നിൽക്കുകയാണ്. ഇതാണ് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് കാണിച്ചു തരുന്ന കണക്കെന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ് പോകുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ 2010 LDFന് 6, UDFന് 8 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് തത്തുല്യമാണ്. 14 LDF 7, UDF 7 എന്ന രീതിയിലാണ് ജില്ലാ പഞ്ചായത്തുകളിലെ കറന്റ് പൊസിഷൻ ഇപ്പോൾ നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ നമ്മൾ ഇനി പോകുന്നത് കോർപ്പറേഷനുകളിലേക്കാണ്. കോർപ്പറേഷനുകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നോക്കൂ. 2010 LDFന് 3, UDFന് 2 ആയിരുന്നു എങ്കിൽ 2025 ആകുമ്പോൾ LDFന് 1, NDAക്ക് 1, UDFന് 4 എന്ന രീതിയിലേക്ക് കോർപ്പറേഷനുകളിലെ കണക്ക് മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് നഗരസഭകളിലേക്ക്, മുനിസിപ്പാലിറ്റികളിലേക്ക് വരാം. നഗരസഭകളിൽ 2010 LDFന് 17, UDFന് 40 ആയിരുന്നെങ്കിൽ 2025 ആകുമ്പോൾ LDFന് 30, UDFന് 54, NDAക്ക് 2 എന്ന രീതിയിലേക്ക് നഗരസഭകളിലെ കറന്റ് പൊസിഷൻ മാറിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ തദ്ദേശം നിൽക്കുന്നത്. ഈ തദ്ദേശത്തിലെ ഈ ഒരു ജനവിധി, അതിനനുസരിച്ചുള്ള ഭരണം നടക്കുന്ന വേളയിലാണ് നമ്മൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്.